അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ്. ഹെഡിങ് എഴുതിക്കോ. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇതെന്ന് പറയുന്നത് ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഓഡിയുടെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. നോൺ ഹോമോജീനിയസ് അതായത് ഞാൻ പറഞ്ഞായിരുന്നു വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഓഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനകത്ത് എന്തൊക്കെയുണ്ട്? കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും ഉണ്ട്, പർട്ടിക്കുലർ ഇൻ്റഗ്രലും ഉണ്ട്. ഇതിനകത്തുള്ള ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹോമോജീനിയസിൻ്റെ ഇത് വെച്ചിട്ട് കാണുന്നു. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുന്നതാണ് നമ്മൾ ഇനി ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനായിട്ടുള്ള ഫോർമുലയാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അതിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പർട്ടിക്കുലർ ഇൻ്റഗ്രലെ നമ്മൾ സൂചിപ്പിക്കുന്നത് വൈ പി ഓഫ് എക്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വൈ പി ഓഫ് എക്സ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുന്നതിനായിട്ട് ഉള്ള ഫോർമുല ഒന്ന് എഴുതി വെച്ചോ. വൈ പി ഓഫ് എക്സ് അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിനകത്ത് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചേക്കുന്നത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷന് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സി എഫ് പ്ലസ് വൈ പി എന്നായിരിക്കും പഠിച്ചേക്കുന്നത്. വൈ പി എന്നായിരിക്കും പഠിച്ചേക്കുന്നത്. ഓക്കെ, എങ്ങനെ വേണേലും എഴുതാം. ഇപ്പോൾ ഞാൻ വൈ പി കാണുന്നതിനുള്ള ഫോർമുല ഞാൻ എഴുതാൻ പോവാണ്. നോക്കുക, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ which is of the form y is equal to c1 y1 plus c2 y2. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണാം. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ എങ്ങനെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, ലാംഡയുടെ വാല്യൂ സെയിം ലാംഡയുടെ വാല്യൂ വരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? y is equal to c1 plus c2 x അത് തന്നെ, ആ സംഭവം തന്നെ. അതിനെയാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഹോമോജീനിയസ് ആണ്. അപ്പോൾ ഹോമോജീനിയസ് വരുമ്പോഴത്തേക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നോൺ ഹോമോജീനിയസിനകത്താണ് കൂടെ പർട്ടിക്കുലർ ഇൻ്റഗ്രലും കൂടെ വരുന്നത്. സൊല്യൂഷനകത്ത് ഫൈനൽ സൊല്യൂഷനകത്ത് എഴുതുമ്പോൾ y ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ അതിലെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ വ്രോൺസ്കിയൻ. വ്രോൺസ്കിയൻ w is equal to y1 y2 y1 dash y2 dash. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് പർട്ടിക്കുലർ ഇൻ്റഗ്രലിന്റെ ഫോർമുലയാണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുന്നതിനുള്ള ഫോർമുലയാണ് pi is equal to minus y1 integral y2 into r of x divided by w dx plus y2 into integral y1 r of x divided by w dx. ഓക്കെ, ഇതാണ് ഇത്രയും കാര്യങ്ങളാണ്. 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണണം. അതിനുശേഷം ആ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനെ നമ്മൾ y is equal to c1 y1 plus c2 y2 എന്ന് പറയുന്ന ഫോമിൽ എഴുതിയിട്ട് അവിടെ നിന്ന് നമ്മൾ y1 y2 ഐഡന്റിഫൈ ചെയ്യുന്നു. y1 y2 ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം വ്രോൺസ്കിയൻ കാണുന്നു. വ്രോൺസ്കിയൻ വ്രോൺസ്കിയൻ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രലിന്റെ ഫോർമുല ഉണ്ട്. ആ ഫോർമുലക്കകത്ത് സംഭവങ്ങളെല്ലാം കൊടുക്കുന്നു. y1 അറിയാം, y2 അറിയാം, w അറിയാം. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ തരുന്നതിനകത്തുള്ള RHSന്റെ സൈഡിലെ പാർട്ടിനെയാണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതിനകത്ത് ഞാൻ ഈ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ് കേട്ടോ. ഇതുപോലത്തെയൊക്കെ ചോദിക്കത്തുള്ളൂ. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഒരു സെക്കൻഡ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതിക്കോ. സോൾവ് d square y by dx square plus 4y is equal to tan 2x. tan 2x. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ. ഇതിന്റെ കൂടെ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ സോൾവ് d square y by dx square plus 4y is equal to tan 2x. ഇനി ഇവിടെ നിങ്ങൾ ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആർഎച്ച്എസിന്റെ സൈഡിൽ ടാന്, കൊസീക്ക്, സീക്ക് അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ നിങ്ങൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. ടാന്, കൊസീക്ക്, സീക്ക് അങ്ങനെയൊക്കെയുള്ള ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് വരുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ സൊല്യൂഷൻ ഫസ്റ്റ് നമ്മൾ കാണേണ്ടത്, നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണും. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാനായിട്ട് ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4y നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? ഡി സ്ക്വയർ പ്ലസ് 4y ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ടാൻ 2x എന്ന് എഴുതാമോ? എഴുതാം. അതായത് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ ഡി സ്ക്വയർ എന്ന് എഴുതാം. ഡി ബൈ ഡി എക്സിന് നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ ഡി എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. എന്ത് എഴുതുന്നു? ലാംഡ സ്ക്വയർ പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0, ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു -4, ലാംഡ ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? ലാംഡ ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? പ്ലസ് ഓർ മൈനസ് 2 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടിയോ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താ? ഇ റൈസ് ടു 0x ഇൻറ്റു c1 cos 2x പ്ലസ് c2 sin 2x എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ ആണല്ലോ? അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടി? ഇ റൈസ് ടു 0x എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? അപ്പോൾ c1 cos 2x പ്ലസ് c2 sin 2x എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്രോൺസ്കിയൻ കാണാം. വ്രോൺസ്കിയൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y1 ഉം y2 ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഞാൻ തൊട്ടുമുകളിൽ എഴുതി വെച്ചിരുന്നത് എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 ഫോമിലാക്കുക എന്നല്ലേ? ഇത് ആ ഫോമിലാണ് അയക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ y1 ഉം y2 ഐഡന്റിഫൈ ചെയ്തേ. y1 എന്താണ്? cos 2x ആണ്. y2 എന്താണ്? sin 2x ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? വ്രോൺസ്കിയൻ കാണുന്നു. വ്രോൺസ്കിയൻ കണ്ടുപിടിച്ചേ. വ്രോൺസ്കിയൻ എന്താ പറഞ്ഞേ? y1 y2 y1 ഡാഷ് y2 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു y1 എന്ന് പറയുന്നത് എന്താണ്? cos 2x, y2 എന്ന് പറയുന്നത് എന്താണ്? sin 2x. y1 ഡാഷ് അതായത് y1ന്റെ ഡെറിവേറ്റീവ്, cos 2x ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് sin 2x ഇൻറ്റു 2, അതായത് -2 sin 2x. sin 2x ഡെറിവേറ്റീവ് എന്താണ്? cos 2x ഇൻറ്റു 2, അതായത് cos 2x. ഓക്കെ. ഡിറ്റർമിനന്റ് വാല്യൂ എടുത്തേ. അപ്പോൾ എന്ത് ഇടുന്നു? 2 cos square 2x
പ്ലസ് 2 സൈൻ സ്ക്വയർ 2x. ആ 2 എടുത്ത് കോമൺ ആണ്. അപ്പോൾ എന്ത് കിട്ടുന്നു? കോസ് സ്ക്വയർ 2x പ്ലസ് സൈൻ സ്ക്വയർ 2x. കോസ് സ്ക്വയർ 2x പ്ലസ് സൈൻ സ്ക്വയർ 2x എന്താണ്? 1 അല്ലേ? 2 × 1 ഇറ്റ് 1 സോറി ഇറ്റ് 2 എന്ന് കിട്ടി. അപ്പോൾ വ്രോൺസ്കിയൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ അല്ലേ വേണ്ടേ? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. നമ്മുടെ ഫൈനലായിട്ടുള്ള ആൻസർ എഴുതുമ്പോൾ y = CF + PI ആണ് നമ്മുടെ സൊല്യൂഷൻ വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് CF നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി PI കാണണം. PI കാണാനായിട്ടാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. PIയുടെ ഫോർമുല എന്താണ്? -y1 ഇൻ്റഗ്രൽ y2 × r(x) ഡിവൈഡഡ് ബൈ w dx പ്ലസ് y2 × ഇൻ്റഗ്രൽ y1 r(x) ഡിവൈഡഡ് ബൈ w × എന്താ വരുന്നത്? dx. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടുന്നു? ചെയ്തേ. ഇനി ഈ സംഭവങ്ങളെല്ലാം കൊടുത്താൽ മതി. y1 മൈനസ് y1 എന്താണ്? cos 2x ആണ്. ഇൻ്റഗ്രൽ y2 എന്ന് പറയുന്നത് എന്താണ്? sin 2x. r(x) എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റിനകത്ത് റൈറ്റ് സൈഡിലുള്ള ടേം എന്തായിരുന്നു? റൈറ്റ് സൈഡിലുള്ള ടേം tan 2x. അപ്പോൾ r(x) എന്ന് പറയുന്നത് tan 2x. r(x) ഉള്ളിടത്ത് tan 2x കൊടുത്തു. ഡിവൈഡഡ് ബൈ w എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ? വ്രോൺസ്കിയൻ 2 dx പ്ലസ് ഇനി y2 എന്ന് പറയുന്നത് sin 2x. ഇൻ്റഗ്രൽ y1 എന്ന് പറയുന്നത് cos 2x, r(x) എന്ന് പറയുന്നത് tan 2x ഡിവൈഡഡ് ബൈ 2 dx. ഇത്രയും കഴിഞ്ഞു. ഇനി ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് 2 ഉണ്ടല്ലോ, രണ്ട് ടൈമിലും 2 ഇല്ലേ? ആ 2 എടുത്ത് നമുക്ക് എന്തെടുത്താം? അല്ലെ നമുക്ക് ഫസ്റ്റിനകത്തുള്ള 2 എടുത്ത് വെളിയിലിട്ടേ. ഫസ്റ്റ് ഇൻ്റഗ്രലിനകത്തുള്ള 2 എടുത്ത് വെളിയിൽ മൈനസ് cos 2x ബൈ 2 ഇൻ്റഗ്രൽ sin 2x ഇൻറ്റു tan 2x നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ബൈ കോസ് എന്ന് എഴുതാം. അപ്പോൾ എന്താ ഇവിടെ? tan 2x അല്ല. അപ്പോൾ sin 2x ഡിവൈഡഡ് ബൈ cos 2x dx. അടുത്തത് sin 2x ഡിവൈഡഡ് ബൈ 2 ഇൻ്റഗ്രൽ cos 2x ഇൻറ്റു ഇവിടെയും sin 2x ഡിവൈഡഡ് ബൈ cos 2x dx. ഇവിടുത്തെ ഇത് കട്ടായിപ്പോയി. ബാക്കി എന്താ വരുന്നത്? മൈനസ് cos 2x ബൈ 2 ഇതെന്ത് വന്നു? ബാക്കി എങ്ങനെ വരുന്നത്? ഈ sin 2x ഇൻറ്റു sin 2x എന്തായി പോയി? sin സ്ക്വയർ 2x ആകത്തില്ലേ? sin സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ cos 2x dx പ്ലസ് ഇത് sin 2x ഡിവൈഡഡ് ബൈ 2 ഇൻ്റഗ്രൽ sin 2x dx എന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിനകത്തുള്ള ടൈമിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? sin സ്ക്വയർ 2x സ്ഥാനം നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് cos സ്ക്വയർ 2x എന്ന് എഴുതാമോ? എഴുതാൻ പറ്റും. അതെങ്ങനെ വരുന്നേ? sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x എന്താണ്? 1 അല്ലേ? അതേപോലെ തന്നെ sin സ്ക്വയർ 2x പ്ലസ് cos സ്ക്വയർ 2x എന്താണ്? 1 അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് sin സ്ക്വയർ 2x സ്ഥാനത്ത് 1 മൈനസ് cos സ്ക്വയർ 2x എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത സ്റ്റെപ്പിൽ മൈനസ് cos 2x ബൈ 2 ഇൻ്റഗ്രൽ ഇതിന് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഈ ഒരു ഇൻ്റഗ്രൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1 ബൈ cos 2x മൈനസ് ഇൻ്റഗ്രൽ cos സ്ക്വയർ 2x ബൈ cos 2x dx ഇട്ടോ dx. ഓക്കെ. പ്ലസ് അടുത്തത് sin 2x ബൈ 2 ഇൻ്റഗ്രൽ sin 2x dx എന്താണ്? ഇൻ്റഗ്രൽ sin 2x dx എന്താണ്? മൈനസ് cos 2x ബൈ 2 ആണ്. ഇനി മൈനസ് cos 2x ബൈ 2 ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്താണ് വരുന്നത്?
അല്ലെങ്കിൽ അത് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഏറ്റവും അവസാനം ചെയ്യാം. 1/cos 2x dx. ഇതെന്താ ഇപ്പോൾ അടുത്ത ടൈം? ഇവിടുത്തെ cos സ്ക്വയർ 2x ഇവിടുത്തെ cos 2x കട്ടായി ഒരെണ്ണം മാത്രമാണ് അല്ലേ? ഇവിടെ ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ cos 2x dx എന്നായിട്ടുണ്ട്. പ്ലസ് മൈനസ് sin 2x cos 2x ഡിവൈഡഡ് ബൈ 4 എന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കാൻ പോവാണേ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. മൈനസ് cos 2x by 2y ഇൻറ്റു ഇൻ്റഗ്രൽ 1/cos 2x dx പ്ലസ് cos 2x by 2y ഇൻറ്റു ഇൻ്റഗ്രൽ cos 2x dx എന്താണ്? ഇൻ്റഗ്രൽ cos 2x dx എന്താണ്? എന്താ? sin 2x by 2 മൈനസ് sin 2x cos 2x ഡിവൈഡഡ് ബൈ 4. നോക്കിയേ, എന്തെങ്കിലും കട്ടായി പോവുമോ? എന്തെങ്കിലും കട്ടായി പോകുമോ? സാറേ ലാസ്റ്റ് എഴുതിയ സ്റ്റെപ്പ് ഒന്ന് പറയോ? ഏത് സ്റ്റെപ്പാണ് എഴുതി നിർത്തിയേക്കുന്നത്? ഇപ്പൊ എഴുതി നിർത്തിയത് ഈ എഴുതി നിർത്തിയത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി വെളിയിലുള്ള മൈനസ് cos 2x ഡിവൈഡഡ് ബൈ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് cos 2x by 2 ഇൻ്റഗ്രൽ 1/cos 2x dx. അത് കിട്ടിയോ? കിട്ടിയോ? പോയോ? ഇല്ല ഇവിടെ. ആ, അടുത്ത ടൈം എന്താ? അടുത്ത ടൈം മൈനസ് അല്ലേ? ആ മൈനസ് പ്ലസ് ആയി. പ്ലസ് cos 2x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ cos 2x ആൻസർ ഞാൻ അവിടെ എഴുതിയതാ. ഇൻ്റഗ്രൽ cos 2x എന്താണ്? sin 2x by 2. ആ, ഇനി അടുത്ത ബാക്കി ബാലൻസ് ഉള്ള സാധനം അവിടെ എഴുതിയേക്കും. ഓക്കെ, ബാക്കിയുള്ളവർ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ നോക്കിയേ. ഇവിടുത്തെ ഈ cos 2x sin 2x ഇതും വെട്ടിപ്പോകത്തില്ലേ? സെയിം അല്ലേ സാധനം? ആണോ? വെട്ടിപ്പോകുമോ? വെട്ടിപ്പോകും. ബാക്കി ബാലൻസ് ഒന്നുണ്ട്. മൈനസ് cos 2x by 2 ഇൻ്റഗ്രൽ 1/cos 2x എന്താണ്? 1/cos എന്താ? സീക്ക് അല്ലേ? അപ്പോൾ sec 2x dx എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? മൈനസ് cos 2x by 2. ഇനി ഇൻ്റഗ്രൽ sec 2x എന്താണ്? ഇൻ്റഗ്രൽ sec 2x എന്ന് പറയുന്നത് ലോഗ് ഓഫ് sec 2x പ്ലസ് tan 2x ഡിവൈഡഡ് ബൈ 2 ആണ്. ഡിവൈഡഡ് ബൈ 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? ഫൈനൽ ആൻസർ മൈനസ് cos 2x ഇൻറ്റു ലോഗ് ഓഫ് ഇത് 4 വന്നു sec 2x പ്ലസ് tan 2x. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ എന്താ? y ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്തായിരുന്നു ആദ്യം കിട്ടിയത്? c1 cos 2x പ്ലസ് c2 sin 2x പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ആണ് വന്നേക്കുന്നത്. മൈനസ് cos 2x by 4 log ഓഫ് sec 2x പ്ലസ് tan 2x. ഫൈനൽ ആൻസർ ഇതാണ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് y ഈസ് ഈക്വൽ ടു sec x. ചെയ്തേ. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സൊല്യൂഷൻ ഡിയിൽ എഴുതുന്നതിനെ d സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y ഈസ് ഈക്വൽ ടു sec x. ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. എന്താ? ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ലാംഡ ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? പ്ലസ് ഓർ മൈനസ് i എന്ന് കിട്ടി. ഓക്കെ, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതിക്കേ. ഇതെന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് വരുമ്പോൾ എന്ത് കിട്ടുന്നു? കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താ കിട്ടുന്നത്? അത് y ഈസ് ഈക്വൽ ടു cf ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? c1 cos x പ്ലസ്
C2 sin x കിട്ടിയോ? ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ എന്താ? വ്രോൺസ്കിയൻ കണ്ടുപിടിച്ചേ. ഇത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് കേട്ടോ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ y1 ഉം y2 ഐഡന്റിഫൈ ചെയ്തിട്ട് വ്രോൺസ്കിയൻ കാണുന്നു. മുമ്പ് ചെയ്ത പോലെ തന്നെ ആ സെയിം സാധനം തന്നെ ആ ഇക്വേഷൻ അതിട്ട് കൊടുക്കുന്നു, സോൾവ് ചെയ്യുന്നു, ഇന്റഗ്രേഷൻ ചെയ്യുന്നു. അപ്പോൾ y1 എന്താണ് ഇവിടെ? cos x. y2 എന്താണ്? sin x. w എന്ന് പറയുന്നത് y1 y2 y1 dash y2 dash which is equal to എന്ത് കിട്ടും? നോക്കിക്കേ. cos x sin x, കോസിന് എന്ത് വരും? മൈനസ് sin x. ഇത് cos x which is equal to cos square x plus sin square x. cos square x plus sin square x is equal to 1. ഓക്കെ. അപ്പോൾ നമുക്ക് വ്രോൺസ്കിയൻ 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ആ ഫോർമുലയ്ക്ക് അകത്തിട്ട് കൊടുക്കുന്നു. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്താ? -y1. ഒന്ന് വെയിറ്റ് ചെയ്യുക. -y1 ഇൻ്റഗ്രൽ y2 ഇൻറ്റു r of x divided by w dx പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1 r of x divided by w dx. y1 ഉം y2 ഉം w എല്ലാം അറിയാം. അതാത് സ്ഥാനങ്ങൾ ഇട്ട് കൊടുക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് cos x ഇൻ്റഗ്രൽ y2 എന്ന് പറയുന്നത് sin x ആണ്, r of x എന്ന് പറയുന്നത് sec x ആണ്, ഡിവൈഡഡ് ബൈ 1 dx പ്ലസ് sin x ഇൻ്റഗ്രൽ cos x sec x divided by 1 dx. Okay. Which is equal to minus cos x. ഇതെന്ത് കിട്ടുന്നു? sin x ഇൻറ്റു ഈ sec x എന്ന് പറയുന്നത് എന്താണ്? 1/cos ആണ്. 1/cos x dx പ്ലസ് sin x ഇൻ്റഗ്രൽ cos x ഇൻറ്റു sec x എന്ന് പറയുന്നത് 1/cos x ആണ് dx. ഇവിടുത്തെ ഇതും കട്ടായി പോയി. അടുത്ത സ്റ്റെപ്പിൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് cos x ഇൻ്റഗ്രൽ sin x ബൈ cos x എന്താണ്? എന്താ? tan x dx പ്ലസ് sin x ഇൻറ്റു ഇൻ്റഗ്രൽ dx എന്നായിട്ടുണ്ട്. ഇപ്പം എന്ത് കിട്ടുന്നു? മൈനസ് cos x ഇൻറ്റു ഇൻ്റഗ്രൽ tan x എന്താണ്? ലോഗ് sec x ആണ്, ലോഗ് sec x പ്ലസ് sin x ഇൻറ്റു ഇൻ്റഗ്രൽ dx എന്താണ്? x ആണ്. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടിയിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? c1 cos x പ്ലസ് c2 sin x മൈനസ് cos x ലോഗ് sec x പ്ലസ് sin x ഇൻറ്റു x. ഫൈനൽ ആൻസർ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു cosec x using method of വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത്തവണ ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടാനും കൊസീക്കും ആണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. സീക്ക് ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ e⁻x ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ സൊല്യൂഷൻ എന്താ വരുന്നത്? നോർമലി നമ്മൾ എഴുതുന്ന പോലെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ലാംഡ ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? പ്ലസ് ഓർ മൈനസ് i എന്ന് കിട്ടുന്നു. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താ കിട്ടുന്നത്? c1 cos x പ്ലസ്
C2 sin x. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യുന്നത്? y1 ഉം y2 ഐഡന്റിഫൈ ചെയ്യുന്നു. y1 എന്താണ്? cos x. y2 എന്താണ്? sin x. ബ്രോൺസ്കിയൻ കാണുന്നു. y1 y2 y1 ഡാഷ് y2 ഡാഷ്. അപ്പോൾ എന്ത് കിട്ടുന്നു? ഇറ്റ് ഈസ് ഈക്വൽ ടു y1 എന്താണ്? cos x. y2 എന്താണ്? sin x. y1 ഡാഷ് എന്താണ്? മൈനസ് sin x. y2 ഡാഷ് എന്താണ്? cos x. ഡിറ്റർമിനന്റ് എടുക്കുന്നു. cos x ഇൻറ്റു cos x cos സ്ക്വയർ x മൈനസ് സൈൻ സ്ക്വയർ x ആണ്. അപ്പോൾ പ്ലസ് സൈൻ സ്ക്വയർ x. cos സ്ക്വയർ x പ്ലസ് സൈൻ സ്ക്വയർ x എന്നാ 1. അപ്പോൾ ബ്രോൺസ്കിയൻ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല അറിയാം. പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എന്താണ്? മൈനസ് y1 ഇൻ്റഗ്രൽ y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ w dx പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1 ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ w dx. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി y1 ഉം y2 ഉം ആർ ഓഫ് എക്സും എല്ലാം നമ്മൾ കൊടുക്കുന്നു. y1 ഇപ്പോൾ മൈനസ് കോസ് എക്സ് ഇൻ്റഗ്രൽ y2 എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ്. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് കൊസീക് എക്സ്. w എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു ഡി എക്സ്. y2 എഴുതിയില്ലായിരുന്നു. y2 എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ്. y1 എന്ന് പറയുന്നത് എടുത്തേക്കുന്നത് എന്താണ്? കോസ് എക്സ്. ആർ ഓഫ് എക്സ് എന്താണ്? കൊസീക് എക്സ്. റൈറ്റ് സൈഡിലുള്ള ക്വസ്റ്റിനകത്ത് ആർ എച്ച് എസിൻ്റെ സൈഡിലുള്ള ടൈമാണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. കൊസീക് എക്സ് ഡിവൈഡഡ് ബൈ 1 ഡി എക്സ്. ഇനി ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ് എന്താണ്? കൊസീക് എക്സ് എന്താ? 1 ബൈ സൈൻ എക്സ് ആണ് കൊസീക് എക്സ്. ഡി എക്സ് സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു 1 ബൈ സൈൻ എക്സ് ഡി എക്സ്. വെട്ടിപ്പോയി. മൈനസ് കോസ് എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതെന്ത് കിട്ടുന്നു? കോട്ടക്സ്. ഡി എക്സ്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഇതെന്താണ്? എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇതെന്താ വരുന്നത്? ലോഗ്. എന്താ വരുന്നത് ഇവിടെ? ലോഗ് അറിയുമോ? ലോഗ് എന്താ വരുന്നേ? അതായത് നിങ്ങൾ നേരത്തെ പഠിക്കുന്നുണ്ട്. അതായത് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഡി എക്സ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ ആണെങ്കിൽ ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നോക്കി കമ്പയർ ചെയ്ത് പറഞ്ഞാലും മതി. ഇൻ്റഗ്രലിനകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ലോഗ് സൈൻ എക്സ് എന്നാണ് വരുന്നത് കേട്ടോ. ലോഗ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടിയിട്ടുണ്ട്? പർട്ടിക്കുലർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? y is equal to CF plus PI. It is equal to എന്തെഴുതാൻ പറ്റി? C1 cos x plus C2 sin x minus x cos x plus sin x into log sin x. ഓക്കെ, ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൊല്യൂഷൻ. ഫസ്റ്റ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് CF കാണുന്നു. ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 9 ഇസ് ഈക്വൽ 0. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചേ. ലാംഡ ഇസ് ഈക്വൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാൽക്കുലേറ്ററിനകത്ത് ചെയ്ത് നോക്കിയാൽ മതി. 3 എന്നാണ് കിട്ടുന്നത് കേട്ടോ.
അതായത് ലാംഡയുടെ വാല്യൂ സെയിം ആണ് വരുന്നത്. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ വരുന്നു? എങ്ങനെ വരും? C1 പ്ലസ് C2x ഇൻറ്റു എന്താ e raised to ലാംഡ എക്സ്, അതായത് e raised to 3x. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടേ? നമ്മൾ y1 y2 ഐഡന്റിഫൈ ചെയ്യണം. അതായത് y1 y2 ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ y is equal to C1y1 പ്ലസ് C2y2 ഫോമിൽ നമ്മൾ ആക്കണം. ഇവിടെ അങ്ങനെയാണ് കിടക്കുന്നത്, അല്ല. അപ്പോൾ ആ ഫോമിൽ ആക്കാനായിട്ട് e raised to 3x ഉണ്ട്, അതിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. C1 e raised to 3x പ്ലസ് C2 ഇൻറ്റു x e raised to 3x. ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. അപ്പോൾ y1 എന്ന് പറയുന്നത് എന്താണ്? C1ന്റെ കൂടെയുള്ള ടൈം e raised to 3x. y2 എന്ന് പറയുന്നത് എന്താണ്? x e raised to 3x എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പഴയതുപോലെ തന്നെ വ്രോൺസ്കിയൻ കാണുന്നു. വ്രോൺസ്കിയൻ കണ്ടുപിടിച്ചേ. y1 y2 y1 ഡാഷ് y2 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു y1 എന്ന് പറയുന്നത് എന്താണ്? e raised to 3x. y2 എന്ന് പറയുന്നത് എന്താണ്? x e raised to 3x ആണ്. y1 ഡാഷ് അതായത് e raised to 3x ഡെറിവേറ്റീവ് എന്താണ്? e raised to 3x ഡെറിവേറ്റീവ് എന്താ? e raised to 3x ഇൻറ്റു 3, അതായത് 3 e raised to 3x. ഇനി y2 ഡാഷ് എന്താ? ഞാനിവിടെ സൈഡിലായിട്ട് എഴുതി കാണിക്കാം. y2 ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് x e raised to 3x. അപ്പോൾ പ്രോഡക്റ്റ് ഉള്ള ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അപ്പോൾ e raised to 3x ഇൻറ്റു 3 പ്ലസ് അടുത്ത സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അപ്പോൾ e raised to 3x ഇൻറ്റു 1. അതായത് നമുക്ക് എന്താ കിട്ടുന്നത്? 3x e raised to 3x പ്ലസ് e raised to 3x എന്നാണ് y2 ഡാഷ് കിട്ടുന്നത്. അത് ഞാൻ ഇതിനകത്ത് എഴുതുവാണ്. 3x e raised to 3x പ്ലസ് e raised to 3x എന്ന് എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി ഡിപ്റ്റി വാല്യൂ എടുക്കുന്നു. e raised to 3x ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വേണം എഴുതാനേ. 3x e raised to 3x പ്ലസ് e raised to 3x മൈനസ് x e raised to 3x ഇൻറ്റു 3 e raised to 3x. ഇനി ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കി 3x ഇൻറ്റു e raised to 3x അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to 3x അത് വെട്ടിക്കളയാം. എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ. e raised to 3x ഇൻറ്റു e raised to 3x പ്ലസ് e raised to 3x ഇൻറ്റു e raised to 3x മൈനസ് 3x e raised to 3x ഇൻറ്റു e raised to 3x. ഇതും കട്ടായി പോകത്തില്ലേ? പോയി. ബാക്കി എന്തുണ്ട്? e raised to 3x ഇൻറ്റു e raised to 3x എന്താണ്? e raised to 6x ആണ് വരുന്നത്. ഇപ്പോൾ വ്രോൺസ്കിയൻ നമുക്ക് e raised to 6x എന്ന് കിട്ടിയിട്ടുണ്ട്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെ വരുന്നത്? മൈനസ് y1 ഇൻ്റഗ്രൽ y2 ഇൻറ്റു r of x ഡിവൈഡഡ് ബൈ w dx പ്ലസ് y2 ഇൻറ്റു y1 r of x ഡിവൈഡഡ് ബൈ w dx. y1 y2 ഒക്കെ നമുക്കറിയാം, അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ കൊടുക്കുന്നു. മൈനസ് y1 എന്തായിരുന്നു? e raised to 3x ആണ്. അപ്പോൾ e raised to 3x. y2 എന്താണ്? x e raised to 3x ഇൻറ്റു r of x എന്ന് പറയുന്നത് എന്താണ്? e raised to 3x ഡിവൈഡഡ് ബൈ x സ്ക്വയർ ഡിവൈഡഡ് ബൈ w എന്ന് പറയുന്നത് എന്താണ്? e raised to 6x dx പ്ലസ് y2 x e raised to 3x. y1 എന്ന് പറയുന്നത് എന്താണ്? e raised to 3x ഇൻറ്റു r of x എന്ന് പറയുന്നത് എന്താണ്? e raised to 3x ഡിവൈഡഡ് ബൈ x സ്ക്വയർ ഡിവൈഡഡ് ബൈ w എന്ന് പറയുന്നത് e raised to 6x ഇൻറ്റു dx. ഓക്കെ. ഇനി ഇതിനകത്ത് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളാം. ഇവിടുത്തെ എക്സും കൂടെ വെട്ടിപ്പോയി. അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ e raised to 3x e raised to 6x വെട്ടിപ്പോവും, അതറിയാമല്ലോ. ഇതും പോവും. അത് ഇവിടെ വെച്ച് തന്നെ വെട്ടിച്ചു. അല്ലെങ്കിൽ ഇവിടുത്തെ എന്തൊക്കെ പോവും? ഇവിടുത്തെ e raised to 6x ഇവിടുത്തെ e raised to 6x പോയി. ബാക്കി ബാലൻസ് ഉള്ളത് മൈനസ് e raised to 3x ഇൻ്റഗ്രൽ. ഇവിടെ എന്തുണ്ട്? വെട്ടിപ്പോയിട്ട് ഇവിടെ ഒരു എക്സ് ഉണ്ട്, 1/x ഉണ്ട്. 1/x dx പ്ലസ് x e raised to 3x എന്തുണ്ട്? ഇവിടെ 1/x സ്ക്വയർ ഉണ്ട് അല്ലേ? 1/x സ്ക്വയർ dx എന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് e raised to 3x ഇൻ്റഗ്രൽ 1/x dx എന്താണ്? log x പ്ലസ് x e raised to 3x ഇൻ്റഗ്രൽ 1/x സ്ക്വയർ എന്താണ്? ഇൻ്റഗ്രൽ 1/x സ്ക്വയർ മൈനസ് 1/x ആണ്.
മൈനസ് അതെങ്ങനെ കിട്ടുന്നത്? ഇതിൻ്റെയൊക്കെ 1/x² dx എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ x raised to -2 dx which is equal to x raised to -2 plus 1 divided by -2 plus 1. അപ്പോൾ എന്ത് കിട്ടുന്നു ആൻസർ? എന്ത് കിട്ടുന്നു? x raised to -1 ഡിവൈഡ് ബൈ -1, അതായത് -1/x എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഞാൻ -1/x ഒക്കെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി സോൾവ് ചെയ്തെടുത്താൽ മതി. ഇവിടുത്തെ ഈ എക്സും ഇവിടുത്തെ എക്സും കട്ടായിപ്പോയി. ബാക്കി ബാലൻസ് എന്തുണ്ട്? -e⁻³ log x -e⁻³ എന്ന് കിട്ടി. പർട്ടിക്കുലർ ഇന്റഗ്രൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ അപ്പോൾ എന്ത് വരുന്നു? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. നമുക്ക് സി എഫ് എന്തായിരുന്നു കിട്ടിയത്? സി എഫ് കിട്ടിയത് എന്തായിരുന്നു? c1 പ്ലസ് c2x ഇൻറ്റു e⁻³x. പർട്ടിക്കുലർ ഇന്റഗ്രൽ കിട്ടിയത് e⁻³ ഇൻറ്റു log x -e⁻³x. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അവസാനം എഴുതുമ്പോൾ നിങ്ങൾ മറ്റേ y is equal to c1y1 പ്ലസ് c2y2 ഫോമിലല്ല എഴുതേണ്ട കേട്ടോ. നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതിയേക്കുന്ന അതിൽ തന്നെ എഴുതണം കേട്ടോ. നമ്മൾ മറ്റേ y is equal to c1y1 പ്ലസ് c2y2 എന്ന് എഴുതുന്ന എന്തിനാണ്? y1 y2 ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എഴുതുന്നത് കേട്ടോ, മറന്നു പോകല്ലേ. അപ്പോൾ ഇങ്ങനെ വേണം എഴുതി നിർത്താൻ. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ വേറൊരു പ്രോബ്ലം തരാം. ഇപ്പൊ നമ്മൾ ചെയ്തത് e⁻3x/x² ആയിരുന്നു ചെയ്തത്. അടുത്തത് സോൾവ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു e⁻x ഡിവൈഡഡ് ബൈ x യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ.